ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമാർന്ന നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. തിരുവചന കേൾവി ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും കാരണമാണ്. ദൈവവചനം നമ്മെ ഏറെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുകയും ഏറെ നമ്മെ ആത്മീകമായിട്ട് ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഈ കൊറോണയുടെ ഈ സീസണിൽ തിരുവചനങ്ങൾ കേൾക്കുക, അത് മാക്സിമം നാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഏറെ അനുഗ്രഹീതരായി തീരും. ഏത് സമയത്തും തിരുവചനം കേൾക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിന് കാരണമായി തീരും. ആകയാൽ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവചന വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ എല്ലാവരും തിരുവചനം ബൈബിൾ തുറന്ന് വചനം ശ്രവിക്കണമേ എന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-23 വേദഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത്. ആകയാൽ നമുക്ക് അതിലേക്ക് നോക്കാമല്ലോ. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-23 വേദഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു. 16-ാം വാക്യം: ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. 23-ാം വാക്യം: സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. വിഷയം സുവിശേഷീകരണം. നമുക്കൊരു നിമിഷം തലയുടെ വണക്കാം, കണ്ണുടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയോട് ദൈവം വിശ്വസ്തത നിമിത്തം തിരുനാമത്തിൽ തന്നെ മഹത്വമരുത്തണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വിഷയമാണ് സുവിശേഷീകരണം. സുപരിചിതമായ വേദഭാഗങ്ങളാണ് ഇതിനു മുമ്പ് ഞാൻ വായിച്ചത്. നാം ഏറെ കേട്ടിട്ടുള്ള ഒന്നാണ് സുവിശേഷീകരണം. ചിലരെങ്കിലും അത് നന്നായി ചെയ്യുന്നവരും കൂടിയാണ്. ഇന്ന് ഇത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയത്തിൽ ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് ഒരു ആളിക്കത്തൽ ഉണ്ടാകുവാനും ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കി തരുവാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോടുമായി ഷെയർ ചെയ്യുവാനായി തന്നിരിക്കുന്ന വിഷയം, അതുകൊണ്ട് തന്നെ ഇത് സുവിശേഷീകരണം ആണ്. ഈ സുവിശേഷീകരണം അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ ദൈവസഭകൾ അത് പാലിക്കണം. സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക. ഇതാവുന്നു എൻ്റെ സുവിശേഷം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. സുവിശേഷീകരണം ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കെ ദൈവസഭകൾ പല ദൈവമക്കളും ഇതിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം വരുത്തുന്നത് അത് അപകടമല്ലേ? അപ്പോൾ നാം ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സുവിശേഷീകരണം എന്നുള്ളത്. ഈ വേദഭാഗത്തിലേക്ക് നാം കണ്ണുകൾ ഓർക്കുകയാണെങ്കിൽ 23-ാം വാക്യം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. നമ്മൾ ഇത് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ 4 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. 1, ഒരു പങ്കാളിത്തം ഇതിൽ കിടപ്പുണ്ട്. 2, ഈ പങ്കാളിത്തം വരേണ്ടതിന് നാം ചെയ്യേണ്ടുന്ന കാര്യം ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. 3, സകലവും ഒരേ ഒരു കർത്തവ്യം കൊണ്ട് നിറവേറ്റാം. 4, ഒരു എരിവ്. 4 കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു പങ്കാളിത്തം. എന്താണ് പങ്കാളിത്തം? ഒരു പങ്കാളിത്തം സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടതും, അതായത് ഉത്തരം സുവിശേഷം. പിന്നെ ഈ പങ്കാളിത്തം വരേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത്? അതിന് ഉത്തരവും സുവിശേഷം. സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടത് സകലവും സുവിശേഷം നമുക്ക് ചെയ്യുന്നു. ഉത്തരം സുവിശേഷം. 3, സകലവും ഓരോ ഒരു കർത്തവ്യം കൊണ്ട് നിറവേറ്റാം. എന്ത്? സുവിശേഷം. 4, ഒരു എരിവ്. എന്തിനെ കുറിച്ച്? സുവിശേഷം, സുവിശേഷീകരണം. ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത് സുവിശേഷം എന്നതിലേക്കാണ്, സുവിശേഷീകരണത്തിലേക്കാണ്.
ഇതെല്ലാം ആകെ കൂടെ ഈ വാക്യം മൊത്തത്തിൽ പരിശോധിച്ചാൽ ഒരേ ഒരു വേടെ നമുക്ക് കടത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഉത്തരത്തിലേക്ക് നാം വന്നു ചെയ്യുകയുള്ളൂ. സുവിശേഷം അഥവാ സുവിശേഷീകരണം. അപ്പോൾ നമ്മൾ യേശുവിനെ നോക്കുക, യേശുവിന്റെ അപ്പോസ്തലന്മാരെ നോക്കുക, ശിഷ്യന്മാരെ നോക്കുക. എത്ര ത്യാഗപൂർണമായ സേവനമാണ് അവർ അനുഷ്ഠിച്ചത്. പ്രത്യേകം പൗലോസ് 3 മിഷണറി യാത്രകൾ ചെയ്ത ആ ജ്വലിക്കുന്ന തീക്കട്ട, ആ പന്തം ആയ പൗലോസ് എത്രയോ സഭകൾ നാട്ടി, എത്രയോ ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ത്യാഗപൂർണമായ ഒരു ശുശ്രൂഷയല്ലേ താൻ ചെയ്തെടുത്തത്. ഒരിക്കൽ സഭയെ ഉപദ്രവിച്ചു പോന്ന ഈ പൗലോസ് തന്റെ പഴമയുടെ ആ തോത് വെച്ച് തന്നെ അളക്കാതെ കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്ത് ഉയർത്തിയ ബർന്നബാസും അനന്യാസും നമുക്കെല്ലാം മാതൃകയാണ്. ഇങ്ങനെ വളർന്നതായ പൗലോസ് ഞാൻ പറഞ്ഞ പോലെ 3 മിഷണറി യാത്രകൾ ചെയ്തു. കർത്താവിന് വേണ്ടി ഏറെ താൻ ഓടി അധ്വാനിച്ചു. നമുക്കറിയാം അവസാനം കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ വരെ താൻ കൊടുക്കുന്ന പഴയത്തിരുന്നു. അതിനു മുമ്പ് താൻ പോയതായ ആ പ്രയാസഘട്ടങ്ങൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ കർത്താവിന്റെ പരിശുദ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദന്മാരാൽ 40 അടി, 1 കുറേ 40 അടി 5 വട്ടം കൊണ്ട്, പിന്നീട് 3 വട്ടം കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറ് കൊണ്ട് 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. പട്ടിണി, പൈതാഹം, ഉറക്കളപ്പ്, നഗ്നത, കാട്ടിലാപത്ത്, കടലിലാപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഇതെല്ലാം നേരിട്ടു പൗലോസ്. അതിനു പുറമെ ദൈവസഭയോട് ഉള്ള ഒരു എരിവും ഒരു ഭാരവും തനിക്കുണ്ടായിരുന്നു. അങ്ങനെ വീറിട്ട ഒരു മിഷണറിയായി തീർന്ന പൗലോസ് അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. പരിശുദ്ധാത്മാവിൽ താൻ ശുശ്രൂഷകൾ ചെയ്തെടുത്തു. അവസാനം താൻ തൻ്റെ തല ഛേദിക്കുമെന്ന ഇടയെ തുറന്നു. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയെ തീർന്നു. അപ്പോസ്തലന്മാരെല്ലാം എന്താണ് ചെയ്തത്? ഒരു ഉദാഹരണം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ. 2 പത്രോസ്. യേശുവിനെ ക്രൂശിച്ച രീതിയിൽ ക്രൂശിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നത് പറഞ്ഞ് തന്നെ തല കീഴായി ക്രൂശിച്ചു. കർത്താവിന് വേണ്ടി താൻ രക്തസാക്ഷിയായി തീർന്നു സുവിശേഷത്തിനായി. 3 അന്ത്രയോസ്. മനുഷ്യരെ തിന്നുന്ന സോവിയറ്റ് യൂണിയൻ എന്ന നാട്ടിൽ ആദ്യമായി സുവിശേഷം കൊണ്ടെത്തിച്ചത് അന്ത്രോസ് എന്ന് പറയപ്പെടുന്നു. ഈ അന്ത്രയോസും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു, സുവിശേഷം അറിയിച്ചു. അവസാനം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. എന്തിന്? സുവിശേഷം നിമിത്തം. തോമസ് നമ്മുടെ കേരളത്തിൽ വന്നു ട്രഡീഷൻ പറയുന്നു, പഠിപ്പിക്കുന്നു. 4 സോൾജേഴ്സിന്റെ ആക്രമണത്തിലെ കുന്തങ്ങൾ അവർ എഴുതത് മുഖാന്തരം തന്റെ ചങ്കിൽ കുന്തങ്ങൾ കൊണ്ട് തറച്ചു കയറി താൻ കർത്താവായ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. തോമസ് സുവിശേഷ നിമിത്തം. ഫിലിപ്പോസ് റോമൻ പ്രൊകൺസലിന്റെ വൈഫിനെ രക്ഷയിലേക്ക് കൺവേർട്ട് ചെയ്തത് മുഖാന്തരം, മാനസാന്തരത്തിലേക്ക് നയിച്ചത് മുഖാന്തരം താൻ അറസ്റ്റ് ചെയ്തു. പിന്നീട് താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. അവർ അവനെ തന്നെ വധിച്ചു. കർത്താവിന് വേണ്ടി ഏറെ ത്യാഗം താൻ സഹിച്ചു. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. ബർത്തലോമായി തന്റെ ശരീരത്തിൽ നിന്നും പച്ച മാംസം വലിച്ചു ഊരപ്പെട്ടു. പച്ച മാംസം ഒരു ശരീരത്തിൽ നിന്നും വലിച്ചൂരപ്പെടുമ്പോൾ ഉള്ള ആ വേദന എത്രമാത്രമായി. അങ്ങനെ പച്ച മാംസം വലിച്ചൂരപ്പെട്ട് താൻ രക്തം വാർന്ന് താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. ബർത്തലോമായി സുവിശ്വാസ നിമിത്തം. യാക്കോബ് കല്ലേറുകൊണ്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. മത്തിയാസ് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി തീയിൽ. യോഹന്നാൻ തിളച്ച എണ്ണയിൽ തന്നെ ഇട്ടു. കർത്താവ് അവിടെ നിന്ന് വിടുവിച്ചു. പിന്നെ സ്വാഭാവികമായ മരണം. എന്താണ്? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് മുഖാന്തരം ഇവർ കർത്താവിന് വേണ്ടി തന്നെ വളരെ ത്യാഗവും സംഭവിച്ചു. അവർ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നു, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, കർത്താവിനെ പരിശുദ്ധന്മാരുടെ ശുശ്രൂഷ ചെയ്തെടുത്തു. ഇതെല്ലാം എന്തിനു വേണ്ടി? സുവിശേഷത്തിന് വേണ്ടി അവർ അവരുടെ ജീവനെ തന്നെ കൊടുത്തു. പ്രൈസ് ലോർഡ്. മറ്റുള്ളവർ ഈ സത്യത്തിലേക്ക് കടന്നു വരണമെന്ന ഒറ്റ ഒരു ഉത്തരവാദിത്വം
ആ മനസ്സ് ആണ് ഇവരെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത്. അന്ത്യം വരെയും കർത്താവിന് വേണ്ടി ഓടി ശുശ്രൂഷിച്ചു, കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങി രക്തസാക്ഷിത്വം. ഇതിൽ നിന്നെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് യേശു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം ഒരുങ്ങണം എന്നുള്ളത് തന്നെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ. സുവിശേഷം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ്. നാം അത് ചെയ്യുവാൻ ഓരോ ദൈവ പൈതലും ബാധ്യസ്ഥരാണ്. ദൈവസഭകൾ അതിൽ നിന്നും മാറി അപകടത്തിലേക്ക് പോകുവാൻ ഇടവരരുതേ. അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ സുവിശേഷം പ്രസംഗിച്ചു. നമുക്ക് വേണ്ടതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ കൊറോണയുടെ കാലത്ത് ദൈവജനം വാതിലടച്ച് മുട്ടുമേൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇറങ്ങും, നിങ്ങളെ നിറയ്ക്കും. ഈ ശക്തിയോടെ നാളിൽ കർത്താവിന്റെ വചനത്തെ ദേശത്തോട് മുഴക്കുവാൻ നിങ്ങൾക്കാകും. ഈ സമയത്തും വിവിധമായ മാധ്യമങ്ങളിലൂടെ നമുക്കാവോളം സുവിശേഷം പറയുവാൻ സാധിക്കണം. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 24 മണിക്കൂറും നമ്മൾ സുവിശേഷ താല്പര്യത്തോടു കൂടി നീങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും നാം സുവിശേഷ കാഴ്ചപ്പാടോട് കൂടി നീങ്ങണം. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒരു ദേവദാസൻ കുടുംബവും അവർ യൂറോപ്പിലേക്ക് കപ്പലിൽ യാത്ര ചെയ്ത് എത്തുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് എത്താറാവുന്ന സമയത്ത് ഇവർ കപ്പലിന്റെ മുകളിലേക്ക് ഡെക്കിലേക്ക് കയറി നിന്നു. അങ്ങ് ദൂരെ ഇവരുടെ കര കണ്ടു. ആ കരയിൽ അവരുടെ നാട്ടുവാസികളെല്ലാം നിൽക്കുന്നു. വലിയ പോസ്റ്ററും ബാനറുകളും എല്ലാം ഉണ്ട്. അതിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോട്ടോയും എല്ലാം പേരും എല്ലാം ഉണ്ട്. വലിയൊരു സ്വീകരണം ആ പ്രസിഡന്റിന് വേണ്ടി ഇവർ ഒരുക്കി കാത്തിരിക്കുക. ഈ പ്രസിഡന്റും ഈ കപ്പലിൽ ഇവരോടൊപ്പം ഉണ്ട്, അത് ഇവർക്കറിയാം. അപ്പോൾ ഈ ദേവദാസൻ ഇത് കണ്ടോട്ട് കർത്താവിനോട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ അമേരിക്കൻ പ്രസിഡന്റിന് സ്വീകരണം ഈ എൻ്റെ നാട്ടുകാർ കൊടുക്കുന്നു. പ്രത്യേകമായ ഒരു ദൗത്യം കഴിഞ്ഞു വരുന്ന എനിക്ക് ഒരു സ്വീകരണം ഇവർ തരുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാൻ വരുന്നു, അമേരിക്കൻ പ്രസിഡന്റിന് ഒരു സ്വീകരണം ലഭിക്കുന്നു, എനിക്ക് ലഭിക്കുന്നില്ല, എനിക്ക് തരുന്നില്ല. അങ്ങനെ വിഷമത്തോടു കൂടി കർത്താവിനോട് ഇദ്ദേഹം പറയാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹവും തൻ്റെ വൈഫും റൂമിലേക്ക് പോയി ഇറങ്ങാൻ പോവുകയാണല്ലോ, ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം എന്ന രീതിയിൽ അവർ റൂമിനുള്ളിൽ കയറി പ്രാർത്ഥിക്കാനിരുന്നു. മുട്ടുമേൽ നിന്നു പ്രാർത്ഥിച്ചു തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിച്ചു, മകനെ, അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ സ്വീകരണം ലഭിക്കും, ഓക്കെ, പക്ഷെ നിന്റെ ശുശ്രൂഷ അത് തീരുന്ന ശുശ്രൂഷയല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ശുശ്രൂഷയാണ്. നീ എന്ന് ഈ ഇഹലോകവാസം വിട്ടുപോകുമോ, എന്ന് നിന്റെ മുക്കിൽ നിന്ന് ജീവശ്വാസം വിട്ടുമാറുമോ, അതുവരെ നിനക്ക് ഈ ഡ്യൂട്ടി ഉണ്ട്. അത് കഴിയുമ്പോഴാണ് നിനക്ക് റിവാർഡ് ലഭിക്കുക. സ്വർഗീയ ദൂതന്മാരുടെ മധ്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു റിവാർഡ് നിനക്ക് ഒരുക്കുന്നുണ്ട്. ഇതൊരു തീർന്ന ശുശ്രൂഷയല്ല. നീ എന്ന് ഈ നിന്റെ ജീവിതം തീരുവോ, കർത്താവിന്റെ വരവ് എപ്പോൾ സംഭവിക്കുമോ, അതുവരെ നീ ഇവിടെ ശുശ്രൂഷ ചെയ്യേണ്ടവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. ഇദ്ദേഹത്തിന് ബോധ്യമായി തന്റെ ശുശ്രൂഷ ഇവിടെ കൊണ്ട് ഒരു ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് തീരുന്ന ഒരു ശുശ്രൂഷയല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ എപ്പോൾ ഈ ജീവിതം വിട്ട് മാറുന്നോ ആ സമയത്താണ് എന്റെ ശുശ്രൂഷ തീരുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം തനിക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും സുവിശേഷ കാഴ്ചപ്പാടോട് കൂടി നാം നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് സകലവും സുവിശേഷ നിമിത്തം ചെയ്യണം. നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ സാലറി, നിന്റെ വീട്, മക്കൾ എല്ലാം സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കിളിയുടെ ഉദാഹരണം ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറയുന്നപ്പോൾ ഇടയിൽ തീർന്നു. ഒരു കാട്ടിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. മൃഗങ്ങളെല്ലാം ചേർന്ന് തീ അണയ്ക്കുവാൻ ശ്രമിക്കുന്നു. അടുത്തുള്ള അരുവിലേക്ക് പായുന്നു. വായിൽ വെള്ളം കൊണ്ടുവന്ന് നിറച്ച് ആ തീയിലേക്ക് ഒഴിച്ച് അത് കിടത്തുവാൻ ശ്രമിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരു കിളിയും പറന്നുപോയി തൻ്റെ ആ കൊച്ചു വായിൽ വെള്ളം ശേഖരിച്ച് തീയിലേക്ക് ഒഴിക്കുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം താൻ പോയി വന്ന്
തീയിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്നത് കണ്ടപ്പോൾ ചില മൃഗങ്ങളെല്ലാം ചോദിച്ചു, അല്ലയോ കിളിയേ, ഞങ്ങളുടെ വായിൽ ഒത്തിരി വെള്ളം കൊള്ളും, ഞങ്ങൾ കൊണ്ടുവന്ന് ഒഴിച്ചാൽ ഈ തീയെല്ലാം കെട്ടുപോകും. പക്ഷേ നിന്റെ വായിലോ കുറച്ച് വെള്ളം ആണ് കൊള്ളുക. അതെല്ലാം കൊണ്ടുവന്ന് ഒഴിച്ചാൽ എങ്ങനെയാണ് ഈ തീ കെട്ടുപോകുക? നീ പോവും വരും, കുറച്ചേ നിനക്ക് സാധിക്കുന്നുള്ളൂ എന്ന് ഈ കിളിയോട് പറയാൻ കണ്ടേ തീർന്നു. അപ്പോൾ ഈ കിളി ഈ വന്യമൃഗജീവികളോട് മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞത്, അല്ലയോ സ്നേഹിതരെ എനിക്കറിയാം നിങ്ങളുടെ വായിൽ ഒത്തിരി വെള്ളം കൊള്ളും, ഒത്തിരി വെള്ളം ഈ തീക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കഴിയും. പക്ഷേ ഞാനും ഒരു ജീവിയാ, ഞാനും ഈ കാട്ടിൽ ജീവിക്കുന്നതാ. ഈ തീപിടുത്തം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കാടിന് ഭീഷണി ഉയർത്തുന്നതാ. അതുകൊണ്ട് എന്നാൽ കഴിയുന്നത് എനിക്കും ചെയ്യണ്ടേ. അതുകൊണ്ട് കുറച്ച് രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിലും ഞാൻ തൃപ്തനാ, ഞാൻ സന്തോഷമാണ്. എന്റെ വായിൽ കുറച്ച് വെള്ളമേ കൊള്ളുകയുള്ളൂ, എന്നാൽ അതുപോലും ഒഴിച്ചാൽ അതെങ്കിലും ഞാൻ ചെയ്തു എന്നുള്ള തൃപ്തി എനിക്കുണ്ട്. അനുഭവം എനിക്കുണ്ട്, ആ സന്തോഷം എനിക്കുണ്ട്. പ്രിയരെ, ഇതൊരു ചിന്ത കിടപ്പുണ്ട്. വലിയ കാര്യങ്ങളൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചെറിയ തോതിലെങ്കിലും നാം സുവിശേഷീകരണത്തിന് വേണ്ടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണെങ്കിൽ നാളുകളിൽ അഭിമാനിക്കാം. സംതൃപ്തമായ ജീവിതം അതുകൊണ്ട് ഉണ്ടാകുവാൻ തക്കവണ്ണം തീർന്നു. ഒരു സന്തോഷം അതിലൂടെ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം തീർന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കേൾക്കണമേ, എന്തെങ്കിലും ഒന്ന് കർത്താവിന് വേണ്ടി ചെയ്യാൻ പാടില്ലേ? മലമറിക്കുന്ന ഒന്നും തന്നെ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ചെറിയ രീതിയിലെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക, സുവിശേഷത്തിൽ പങ്കാളി ആകുക. ഇതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങളെയും അറിയാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ കർത്താവിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുന്നു എന്ന് തന്നെ ഒന്ന് പൊക്കുന്ന ഒരു മനോഭാവത്തിൽ ഉള്ള ദൈവഭൃത്യന്മാർ ഉണ്ട്. അവരോടായി പറയട്ടെ, നാം എന്ത് ചെയ്താലും ഒന്ന് ഓർക്കണമേ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ആഴിപ്പരപ്പ് കിടക്കുക, വലിയൊരു മഹാസമുദ്രം കിടക്കുക. അതിന് തീരത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരു കൈക്കുമ്പിൾ വെള്ളം കയ്യിൽ എടുക്കുക. എന്നിട്ട് നോക്കുക എത്രത്തോളം ഉണ്ടാവും ആ കൈക്കുമ്പിൾ വെള്ളം. കുറച്ചേ ഉള്ളൂ. എന്നിട്ട് നോക്കുക, ഇത്രത്തോളമാണ് ഞാൻ കർത്താവിന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി ഏറെ ആ മഹാസമുദ്രം മൊത്തം എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൈക്കുമ്പിൾ വെള്ളം അത്രയോ നാം ചെയ്തിട്ടുള്ളൂ കർത്താവിന് വേണ്ടി. ഇനി ഏറെ നമുക്ക് മുമ്പിൽ ചെയ്യാൻ കിടക്കുക. പ്രൈസ് ലോർഡ്. ആരുണ്ട്? ആര് പോകും? പ്രൈസ് ലോർഡ്. യെശയ്യാവിനെ പോലെ ഞാൻ പോകാം എന്ന് കർത്താവിനോട് പറ. കർത്താവ് അയക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. മത്തായി സുവിശേഷം 28:18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളെ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കൽപ്പനകൾ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ ആ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് കൂടി നാം ഇറങ്ങിത്തിരിക്കണം സുവിശേഷത്തിന്. സകലവും സുവിശേഷം നമുക്ക് ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം നാം. അങ്ങനെയുള്ളൊരു ക്യാരക്ടറിലേക്ക് നാം എത്തിച്ചേരണം. ഡോക്ടർ ബില്ലിഗ്രഹം ഇപ്രകാരം പറയുന്നതൊക്കെ ഇടയിൽ തീർന്നു. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലതൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ക്യാരക്ടർ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തന്നെ നഷ്ടപ്പെടും. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചിലതൊക്കെ നഷ്ടപ്പെടും. എന്നാൽ ക്യാരക്ടർ നഷ്ടപ്പെട്ടാൽ, സ്വഭാവം നഷ്ടപ്പെട്ടാൽ സകലവും നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ലോർഡ്. യേശുവിന്റെ സ്വഭാവമായിരുന്നു സ്വർഗരാജ്യം പ്രസംഗിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ വിഷയമായിരുന്നു സുവിശേഷം പ്രസംഗിക്കുന്നത്. ശിഷ്യന്മാർ അത് ചെയ്തെടുത്തു. ആ സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രാർത്ഥന, ഉപവാസം, ആരാധന, കൈകൊട്ടിപ്പാട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ നാം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവസഭകൾ അപകടത്തിൽ പോകുന്ന ഒരു വിഷയമാണ് ഈ സുവിശേഷീകരണത്തിൽ സാക്ഷികളായി തീരുക എന്നുള്ളത്. അതുകൊണ്ട് എവിടെ നാം പാളിപ്പോയി എന്ന് നാം ദൈവസഭകൾ ഒന്ന് മനസ്സിലാക്കണം. ഈ അപകടം പിണയുവാനല്ല, ഈ അപകടത്തിൽ നിന്ന് നാം കയറേറണം. പ്രൈസ് ലോർഡ്. സുവിശേഷം നിമിത്തം നാം എല്ലാം ചെയ്യുക. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ഈ ദിവസങ്ങളിൽ സഭകൾ ഉണരണം. ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം. ചെറുപ്പക്കാർ എഴുന്നേൽക്കട്ടെ. യേശു കർത്താവിന് വേണ്ടി അന്ത്യം വരെയും പ്രക്ഷോഭിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർഷകൻ വിതച്ചു, ഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, ഫലം തനിക്ക് ലഭിക്കുന്നു. വിതയ്ക്കുന്ന കർഷകനെ ഫലമുള്ളൂ എന്നതുപോലെ ആത്മീയഗോളത്തിലും നാം കർഷകരാണ്. നാം വിതയ്ക്കണം. നാം വിതയ്ക്കുമ്പോൾ നാം ആ ഫലം കാണുവാൻ തക്കവണ്ണം ഇടയിൽ തീരും. ഒരു ഫലം മറ്റൊരു ഫലത്തെ ഉളവാക്കുന്നു. ഒരു മാങ്ങയുടെ സീഡ് മറ്റൊരു വൃക്ഷമായി തീരുന്നു. ആ വൃക്ഷത്തിൽ മറ്റൊരു മാങ്ങയായി തീരുന്നു. പിന്നെയും സീഡ് കുഴിച്ചിട്ടാൽ മറ്റൊരു വൃക്ഷമായി തീരുന്നു. പിന്നെയും മാങ്ങയായി തീരുന്നു. പണ്ടത്തെ നമ്മുടെ ആദ്യ പിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലങ്ങളാണ് നാം. ഇനി നാം ആവുന്ന ഭക്തന്മാർ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ ഈ ജാതികൾ അടുത്ത ഫലമായി തീരണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഫലത്തിന്റെ പ്രത്യേകത. നാം വിതയ്ക്കുക, ഫലം ഉണ്ട്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. പ്രിയരെ, ആ പക്ഷിയെ പോലെ നമ്മുടെ ദൗത്യവും നമ്മൾ ചെയ്തെടുക്കണം. യേശുവിന്റെ അപ്പോസ്തലന്മാരെ പോലെ, ശിഷ്യന്മാരെ പോലെ, യേശുവിനെ പോലെ നാം ജീവിക്കുക. നമ്മുടെ ക്യാരക്ടർ നഷ്ടപ്പെടുത്താതിരിക്കുക. സുവിശേഷം നിമിത്തം ചെയ്യുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. 2020 നമുക്ക് ഏറെ ചെയ്യാനുണ്ട്. അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഏറെ ചെയ്യാനുണ്ട്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയും അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ 5 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങൾ ഇനിയും യേശുവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ആർ പോകും? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. ആത്മഭാരത്തോട് കൂടി പ്രാർത്ഥിക്കുക. ആത്മഭാരം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക. നശിക്കുന്ന ആൺമക്കളെ കുറിച്ചൊരു ആത്മഭാരം ഈ ദിവസങ്ങളിൽ കൈവരിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുക. ഒരാത്മാവിന്റെ വില മുഴുവൻ ലോകത്തെക്കാളും വലിയതാ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നമുക്ക് നിറവേറ്റാം. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും കൂടി നമുക്ക് ചെയ്യാം. സുവിശേഷ നിമിത്തം നമുക്ക് ജീവിക്കാം. സകലവും സുവിശേഷ നിമിത്തം ജീവിക്കുന്ന അങ്ങനെയുള്ളൊരു ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് നമുക്ക് കാലുകൾ എടുത്തു വയ്ക്കാം. സുവിശേഷത്തിൽ പങ്കാളിയാകേണ്ടത് സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്ന ഒരു ഭക്തനായി തീരുവാൻ താങ്കൾ ശ്രമിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് ആരെങ്കിലോട് ആധികാരമായി സംസാരിച്ചല്ലോ. സുവിശേഷീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹൃദയംഗമായി ഞങ്ങളോട് ഇടപെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് സംസാരിച്ചതോർത്ത് സ്തോത്രം. സുവിശേഷീകരണത്തിൽ പങ്കാളികൾ ആകേണ്ടത് സകലവും സുവിശേഷം ചെയ്യുന്നവരെ തീരുവാൻ സഹായിക്കണമേ. സുവിശേഷീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനർത്ഥമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളിൽ ഉണ്ടായിരിക്കാൻ ഇപ്പോഴും സഹായിക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.